സ്തോത്രം. ഓ വാസികളേ, യഹോവയ്ക്കർപ്പിടുവിൻ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, ദയ എന്നുമുള്ളത്. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിയിടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തൻ്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 52-ാം സങ്കീർത്തനം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. വീര, നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത്? ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. ചതിവ് ചെയ്യുന്നവരെ, മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞ് ഉണ്ടാക്കുന്നു. നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു. നീ പഞ്ചനാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു. ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് നിന്നെ നിർമൂലമാക്കും. നീതിമാന്മാർ കണ്ട് ഭയപ്പെടും, അവർ അവനെ ചൊല്ലി ചിരിക്കും. ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെ താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആകും. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നേക്കും ആശ്രയിക്കുന്നു. നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. നിന്റെ ഭക്തന്മാരുടെ മുൻപാകെ അത് നല്ലതല്ലോ. സ്തോത്രം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ വേദഭാഗത്തിലൂടെ വിശ്വാസവും മഹത്വവും എന്നതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ തിരുവചനം. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശുവിന് പ്രിയനായിരുന്നു ലാസർ ദീനമായി കിടക്കുന്നു എന്ന വാർത്ത യേശു അറിഞ്ഞ ആ നിമിഷം അവിടെ എത്തിയില്ല. ലാസർ മരിച്ചു, 4 നാളായി നാറ്റം വെച്ച് തുടങ്ങി എന്ന് ലാസറിന്റെ സഹോദരി മാർത്ത പറഞ്ഞപ്പോൾ യേശുനാഥൻ പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന്. അതെ, ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ നാം കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കണം. യേശുവിന്റെ വാക്കിൽ മരിച്ച ലാസർ ജീവൻ പ്രാപിച്ച് പുറത്തു വന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് എബ്രായർ 11:1 കാണുന്നു. പ്രിയരെ, കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയമായാലും ദൈവത്തെ ആഴമായി വിശ്വസിച്ചാൽ ഇന്നും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ശക്തനായ ദൈവമായി നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടുകൂടെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 56:11 പറയുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. പ്രിയരെ, അനേകർക്ക് ഈ ദിവസം കാണാൻ കഴിയാതെ വന്നപ്പോൾ നാം മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ദിവസം കൂടി കാണുവാൻ ഇടയാക്കിയ വലിയവനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന എല്ലാ നല്ല ആവശ്യങ്ങളും സർവശക്തനായ ദൈവം നടത്തി കർത്താവിന് ഇഷ്ടകരമായ രീതിയിൽ അലലയ മുന്നോട്ടു പോകുവാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടപ്പെടുത്തുന്നാഥ, അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുവാൻ ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം നൽകി
സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാനും ഹല്ലേലൂയ നിത്യജീവനായി ഒരുങ്ങുവാനും എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. തുടർന്ന് ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കും. അനുഗ്രഹിക്കും മാനിക്ക് കൃപയ്ക്കുള്ളിലും മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.